സംശയമുണ്ട്. സംശയത്തിന്റെ ടീസർ വന്നിട്ടുണ്ട്. സംശയം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ, ഏത് നടനാണ്? വിനയ് ഫോർട്ടിന്റെ പുതിയ ചിത്രമാണ്. ഷറഫുദ്ദീനും ഉണ്ട് ഈ ചിത്രത്തില്. സംശയം എന്നാണ് ചിത്രത്തിന്റെ പേര്. അപ്പൊ അതിന്റെ ടീസർ ഒന്ന് നമുക്കൊന്ന് കാണാം. 1995 സ്റ്റുഡിയോ. ഇനി എന്താ പൊലിച്ചെന്നെ? അച്ഛാ, നമ്മളെ വിമലക്ക് ഗർഭം. 5-6 കൊല്ലയിലെ ഇനി അധ്വാനിക്കുന്നു. നല്ല തന്നെ. പോയി കിടന്നുറങ്ങാൻ നോക്കിയാ. നിങ്ങളിത് ആരോടെങ്കിലും പറഞ്ഞോ? എൻ്റെ വൈഫിനറിയാം. വിമലക്ക് ഓക്കാണ് സംശയം ആദ്യം തോന്നിയത്. ഒരു കുഞ്ഞി ടീസറാണ്. പക്ഷെ വേണ്ട, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സംശയത്തിന്റെ വലിയൊരു മലയെ തന്നെയാണ് ഈ കൊച്ചു ടീസറിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും സിനിമ എന്തായാലും നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. അത്തരത്തിലൊരു സിനിമയാണ് ഇത്. രാജേഷ് രവിയാണ് ഇതിൻ്റെ രചനയും സംവിധാനവും ചെയ്തിട്ടുള്ളത്. ഷറഫുദ്ദീൻ, ലിജോ മോൾ, പിന്നെ നമ്മുടെ വിനയ് ഫോർട്ടിന്റെ പ്രത്യേകതയുണ്ട്. ഏത് സിനിമയിലും ആ വേഷഭൂഷാദികൾ മാറ്റാനായിട്ട് അദ്ദേഹത്തിന് ഒരു മടിയില്ല. ഹെയർ സ്റ്റൈൽ മാറ്റാൻ. ഇപ്പം അദ്ദേഹത്തിന് കുറച്ച് കഷണ്ടി വേണമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അങ്ങനെ അഭിനയിക്കും. അല്ലെങ്കിൽ മീശ കുറച്ച് ഒരു മധ്യവയസ്കന്റെ മീശ വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെ വരും. അതാണ് ഒരു നടന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലേക്ക് മാറാനായിട്ട് അദ്ദേഹം ശാരീരികമായിട്ട്, അല്ല ശരീരഘടന കൊണ്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് എപ്പോഴും അദ്ദേഹം ആക്റ്റീവായിട്ടിരിക്കണം. എപ്പോഴും അതേപോലെ ആയിരിക്കണം. ഒരു വൃദ്ധന്റെ റോൾ ചെയ്യണമെങ്കിൽ അതേപോലെ ആയി മാറണം. അപ്പൊ അതാണ് ഒരു നടൻ. അത് വിനയ് ഫോർട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാവട്ടെ, സൂപ്പർ ആവട്ടെ. ടീസർ എന്തായാലും കലക്കിയിട്ടുണ്ട്. ഒരു കൊച്ചു ടീസർ, ഒരു കുഞ്ഞു ടീസർ, അടിപൊളി മച്ചാനേ.